ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ടിപ്സുകളാണ് തയ്യൽ ചെയ്യുന്ന ആളുകൾക്കൊക്കെ യൂസ്ഫുള്ളായ കുറച്ച് ടിപ്സാണ് കാണിക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണ്, നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റാവുന്ന പോലത്തെയുള്ള ഐഡിയാസും കൂടിയാണ് നമ്മളിതിൽ കാണിക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ലൈക്കും കൂടിയും തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു എന്താ പറയുക, കാർഡ്ബോർഡിൻ്റെ ഒരു ചട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അത് തുറന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾക്ക് ഈ രണ്ട് സൈഡും ഒരു നിശ്ചിത അകലം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത് തുറന്ന ശേഷം ഇങ്ങനെ ആക്കിയാൽ മതി. ഒരു വൺ സൈഡ് എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. ഇത് നമ്മൾ രണ്ട് സൈഡും അതിൻ്റെ എടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫുൾ സൈഡ് അതിൻ്റെ കിട്ടും. അതിന് ശേഷം നമുക്ക് ഇതിനെ ഇങ്ങനെ നിവർത്തി പരത്തി വെക്കാം. കണ്ടോ, ഇങ്ങനെ വയ്ക്കരുത്, അതിനെ ഇങ്ങനെ ചട്ട അമർത്തി വെക്കുക. ഇങ്ങനെ അമർത്തി വെക്കുമ്പോൾ ഒരു അത്യാവശ്യം ഒരു കട്ടിക്ക് ഇരിക്കണ പോലെ ആയില്ലേ, അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്യണം കേട്ടോ. വൺ ലെയർ എടുക്കണമെങ്കിൽ അത് എടുക്കാം, നമുക്ക് രണ്ട് ഭാഗം എടുക്കണമെന്നില്ല, ഒരു ഭാഗം എടുത്താലും മതി. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ എടുക്കാം. ഇത് നമ്മളത് കുറച്ചും കൂടി കട്ടി ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മളിതുപോലെ എടുക്കണേ. എന്നിട്ട് ഇതുപോലെ ഒന്ന് പതുക്കെ ഫോൾഡ് ചെയ്യുക. പതിയെ ഇങ്ങനെ കുറച്ച് നമ്മൾ കൂടുതൽ എന്താ പറയുക, മീറ്റർ കണക്കിന് മേടിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ പതുക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കേണ്ടി വരും, കുറച്ച് സമയം എടുക്കും. എന്നിരുന്നാലും നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് എടുക്കാനും പറ്റും. ആവശ്യം അനുസരിച്ച് മാത്രം നമുക്കിത് അഴിച്ചെടുത്താൽ മതി എന്ന ഒരു രീതിയിലാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഇങ്ങനെ സമയം മെനക്കെട്ടാലും നമുക്ക് എടുക്കാനും എളുപ്പമാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ കൈ കൊണ്ടൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ചുരുണ്ട് കിടക്കും, പിന്നെ നിറച്ച് ചെളിയാവാൻ തുടങ്ങും. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഒതുക്കി വെക്കാനും പറ്റും, കുറച്ച് സ്ഥലവും മതി, എളുപ്പത്തിൽ എടുക്കാനും പറ്റും. നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് ഇപ്പോൾ അരവണ്ണമൊക്കെ എടുത്തിട്ട് നമുക്കൊരു പലാസോ പാൻറ്റോ എന്തെങ്കിലുമൊക്കെ തയ്ക്കുമ്പോഴൊക്കെ നമുക്ക് ആവശ്യമനുസരിച്ച് നമുക്ക് എന്ത് വേണ്ടത്, അലാസ്റ്റിക് ആവശ്യമുള്ള അളവിന് മുറിച്ചെടുത്താൽ മതി. കുറച്ച് ദൂരം മാത്രം ഒന്ന് നിവർത്തിയെടുത്താൽ മതി. എല്ലാ ഭാഗവും ഫുള്ളായിട്ട് ഇങ്ങനെ അഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. എനിക്ക് വലിച്ചിട്ട് അമർത്തിയിട്ടല്ല നമ്മൾ ചെയ്യണേ, ഒരു നോർമൽ രീതിയിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വെക്കുന്നുള്ള, ഫിറ്റ് ചെയ്ത് വെക്കുന്നുള്ള, ഫുള്ളായിട്ട് നമ്മൾ ആ ഉള്ള കാർഡ്ബോർഡിൻ്റെ പീസിൽ ഫുള്ളായിട്ട് വരാവുന്ന രീതിക്ക് അനുസരിച്ചാണ് നമ്മളത് ചെയ്യുന്നത്. ഇതിന് ശേഷം നമുക്കിത് അഴിഞ്ഞ് പോകാണ്ടിരിക്കാൻ ഒരു ഐഡിയ കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളിങ്ങനെ വെച്ചു, അപ്പം നമുക്ക് എടുക്കേണ്ട എളുപ്പത്തിന് നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ വെറുതെ വെച്ചാൽ മതി. ഇനി അഴിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഓപ്പോസിറ്റ് വേല ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. മനസ്സിലായി അപ്പോൾ കണ്ടോ. അപ്പോൾ ഇതിൻ്റെ തുമ്പ് ഭാഗം നമുക്ക് അഴിച്ചെടുക്കണമെങ്കിൽ എളുപ്പമാണ്. നമുക്ക് കുറച്ച് ദൂരം, ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ദൂരം എടുക്കണമെന്ന് വെച്ചാൽ ഇതുപോലെ കുറച്ച് ദൂരത്തേക്ക് നമുക്കിങ്ങനെ അഴിച്ചു വെച്ച ശേഷം നമുക്ക് ടേപ്പ് വെച്ച് അളന്ന് നമുക്ക് ആവശ്യമുള്ള അളവിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ആവശ്യമനുസരിച്ച്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഭാഗം നമുക്ക് ഇതേപോലെ ബാക്കിയൊന്നും മടക്കാനായിട്ടൊന്നും ഇരിക്കേണ്ട, നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രമായിട്ട് ഇങ്ങനെ എടുക്കാനും എളുപ്പമുണ്ട്. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. ആദ്യമൊക്കെ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് വെറുതെ ഇങ്ങനെ ഇടാറുള്ളൂ, പിന്നെ അതിന്മേൽ നിറയെ ചെളിയാവാനൊക്കെ തുടങ്ങി, പിന്നെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ നമ്മൾ ഈ ഒരു ഐഡിയ ചെയ്യാൻ തുടങ്ങി കേട്ടോ ഫ്രണ്ട്സ്. അപ്പം എനിക്കത് നല്ല യൂസ്ഫുള്ളായി തോന്നിയ കാരണമാണ് നമ്മളത് പറഞ്ഞു തന്നത്. ഇനി നമുക്കിതുപോലെ സിബുകൾ ഒരുപാട് വാങ്ങിക്കേണ്ട ആവശ്യം വരും സ്റ്റിച്ചിങ് ചെയ്യണ സമയത്ത്. എന്താ പറയുക, സാധാരണ സിബ് ഉണ്ടായിരിക്കും, ഇൻവെസിബിൾ സിബ് ഉണ്ടായിരിക്കും, പിന്നെ നോർമൽ എന്താ പറയുക നൈറ്റിയുടെ ചെറിയ ടൈപ്പ് സിബ് ഉണ്ടായിരിക്കും. അങ്ങനെ 2-3 വലിപ്പത്തിലുള്ള സിബുകളൊക്കെ ഇന്ന് അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ 2 തരമല്ല, ഇപ്പോൾ എന്താ പറയുക, ഒരു ചെറിയ ഇടത്തരം രീതിയിലുള്ള ഒരു വലിപ്പം, കുറച്ച് ഒരു 3 വലിപ്പത്തിൽ ഇപ്പോൾ സിബ് കിട്ടുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഇത്തിരി വലിപ്പം കൂടിയ ടൈപ്പ് വരുന്നുണ്ട്, ഒരു ഇടത്തരം രീതിയിൽ വരുന്നുണ്ട്, ഒരു വളരെ തീരെ ചെറുത്. ഇപ്പോൾ നോർമലായിട്ട് ഇപ്പോൾ കാണിക്കുന്ന താഴെ വെച്ചിരിക്കുന്നത് പോലത്തെ സിബും വരുന്നുണ്ട്. പിന്നെ സാധാരണ സിബ് അല്ലാണ്ട് ഇൻവിസിബിൾ സിബും വരുന്നുണ്ട്, നീളം കൂടിയ ടൈപ്പിൽ. ഓക്കെ, അപ്പോൾ നമ്മളിത് എല്ലാ സിബുകളും ഇതുപോലെ ഒരേ രീതിയിൽ ഇങ്ങനെ പിടിച്ച് ഓർഗനൈസ് ചെയ്ത് വെക്കുക. ഇങ്ങനെ പിടിക്കുക. ഓക്കെ, എല്ലാം കൂടി ഒന്നിച്ച് ഇങ്ങനെ പിടിക്കുക. നമുക്ക് കളറൊക്കെ ആവശ്യമനുസരിച്ച് നോക്കി എടുക്കാൻ പറ്റും. അതിന് ശേഷം ഇതുപോലെ ഒന്ന് ക്ലിപ്പ് തുറന്നിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ മാത്രമല്ല, ഈ ക്ലിപ്പ് നമുക്ക് താഴ്ത്തി വെക്കാം. അപ്പോൾ ഒതുക്കി വെക്കണമെങ്കിൽ അനുസരിച്ചൊന്നും വേണമെങ്കിൽ താഴ്ത്തി വെക്കാം. നമ്മൾ കവറിലൊക്കെ ഇട്ടിട്ടാണ് സൂക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ബോക്സിലൊക്കെ ഇട്ട് വെച്ച് സൂക്ഷിക്കണമെന്ന് വെച്ചാൽ ഒന്നുകൂടി നമുക്ക് ഒന്നും കൂടി റോൾ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യാം. അങ്ങനെ വെക്കണമെന്ന് വെച്ചാൽ അങ്ങനെ വെക്കാം. ഓക്കെ, എന്നാലും ഇപ്പോൾ ബോക്സിലിട്ട് വെച്ചാലും ആ ക്ലിപ്പ് എന്താ പറയുക, ഫുൾ സിബുകളുടെ ഒരു സെക്ഷൻ അങ്ങനെയായിട്ട് അതിന് ഇരുന്നോളും.
ഓക്കെ, ഇങ്ങനെ എടുത്ത് വയ്ക്കുക, നമുക്ക് ബോക്സിലൊക്കെ ആക്കി എടുത്ത് വയ്ക്കുകയാണെങ്കിൽ. അപ്പോൾ സിബൊക്കെ ആവശ്യമുള്ള സമയത്ത് നമുക്ക് കൃത്യമായിട്ടൊരു സ്ഥലത്ത് നിന്ന് തന്നെ എടുക്കാൻ കിട്ടും. മാത്രമല്ല ഇനിയിപ്പോൾ നമുക്കത് എടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ എടുക്കാൻ പറ്റും കേട്ടോ ഫ്രണ്ട്സ്. അത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇനിയിപ്പോൾ നമുക്ക് ഒരെണ്ണം എടുക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് പതുക്കെ എടുത്താൽ മതി. മനസ്സിലായോ? വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. ആവശ്യം കഴിഞ്ഞാൽ എടുത്ത് വയ്ക്കാനും എളുപ്പമുണ്ട്. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. ഐഡിയ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഐഡിയാസൊക്കെയാണ് കേട്ടോ നമ്മൾ കാണിച്ചു തരുന്നത്. നമ്മൾ ചില സമയത്ത് ഒരു ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യും, ചില സമയത്ത് കുറച്ചൊക്കെ അപ്പോഴത്തെ ആവശ്യത്തിന് പർച്ചേസ് ചെയ്യും. കൂടുതൽ ടൗണിലേക്ക് പോകുമ്പോൾ ഒന്നിച്ച് പർച്ചേസ് ചെയ്യുന്നതാണ് നമുക്ക് എല്ലായ്പ്പോഴും ലാഭം കേട്ടോ ഫ്രണ്ട്സ്. ഒരിക്കലും വളരെ കുറച്ച് 1-2 ഐറ്റമായിട്ട് മേടിക്കുമ്പോൾ നമുക്ക് നഷ്ടമാണ് വരിക. ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു ലാഭമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. പറ്റുന്നവർ അല്ലാത്തവർ അടുത്തുള്ള കടകളിൽ നിന്ന് മേടിക്കുക കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു നൂലുകൾ പലതരം നമുക്ക് കോർക്കേണ്ടി വരും. അല്ലെങ്കിൽ കട്ടി വീട്ടമ്മമാർക്കൊക്കെ ഇങ്ങനെ തുന്നാനൊക്കെ ഉണ്ടാവും, സൈഡൊക്കെ എന്തെങ്കിലുമൊക്കെ കീറിയതോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ. തയ്യൽ മെഷീൻ ഇല്ലാത്തവർക്കൊക്കെ എന്താ പറയുക, തുന്നൊക്കെ ചെയ്യൂലേ. അപ്പോൾ അമ്മമാരൊക്കെ തുന്നി കൊടുക്കും. ഡ്രസ്സൊക്കെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ തുന്നിയൊക്കെ കൊടുക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് 2-3 ലെയറിൽ നമുക്ക് എടുക്കേണ്ടെന്ന ആവശ്യം, തുന്നി കൊടുക്കേണ്ടെന്ന ആവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന്. പിന്നെ ഏജ് ആവും തോറും നമുക്ക് ഒന്ന് കൂടുതൽ ലെയേഴ്സിലൊക്കെ ഇട്ടിട്ട് നമുക്ക് സൂചിയിൽ കോർക്കാൻ തന്നെ പ്രയാസമായിരിക്കും. അപ്പോൾ അതിനായിട്ട് ഇതേപോലത്തെ പുതിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പുതിയത് മേടിച്ചതാണ്. നമ്മുടെ വേറെ മോഡൽ ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു നമുക്ക് കാണിച്ചു തന്നിട്ട് മുന്നത്തെ ടിപ്സ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടു നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ എത്രയധികം കട്ടി കൂടിയ ഇപ്പോൾ നമുക്കിപ്പോൾ 1 ഇഴയിൽ 2 ഇഴയിൽ 3 ഇഴ 4 ഇഴ ഇപ്പോൾ 5 ഇഴയിലാണ് കോർക്കുന്നത്. അപ്പോൾ 10 ലെയർ ഉണ്ടായിരിക്കും കേട്ടോ. 10 ലെയർ ഉണ്ടായിരിക്കും. അപ്പോൾ 10 ഇഴയിലാണ് നമുക്ക് ഇത് കിട്ടുക. 5 ഇഴ നമ്മൾ കോർക്കുമ്പോൾ അതിങ്ങനെ ഫോൾഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 10 ഇഴ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് അനുസരിച്ച് കോർക്കണമെങ്കിലൊക്കെ നമുക്കിത് കാണിച്ചു തരാം കേട്ടോ. എളുപ്പമായിട്ട് ചെയ്യാം. അപ്പോൾ 5 കളർ നൂലാണ് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് 5 ഇഴയും നമ്മൾ ഇതേപോലെ ഒപ്പാക്കിയിട്ട് പിടിക്കുക. എല്ലാത്തിൻ്റെയും തുമ്പ് ഭാഗം നമ്മൾ ഒന്നിച്ചാക്കി പിടിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ചാക്കി പിടിക്കാൻ നിങ്ങൾക്ക് പറ്റണില്ല എങ്കിൽ അല്ലാതെ നിന്ന് ഓരോന്ന് എടുക്കാതിന് ശേഷം ഒന്നിച്ചായിട്ട് നിൽക്കുന്ന ഭാഗത്ത് വെച്ചിട്ട് നമ്മളൊന്ന് ചെയ്യുന്ന ഈ രീതിക്ക് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ ചെയ്ത് നോക്കി നോക്കാം. ഇപ്പോൾ നമുക്കങ്ങനെ ഒപ്പമില്ലയെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ഒപ്പാക്കാവുന്ന രീതി നമ്മൾ കാണിച്ചു തരാം കേട്ടോ. വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇതേപോലെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. തുമ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗവും കൂടി നമ്മൾ പിടിച്ചിട്ടുള്ള ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഒപ്പമല്ലാത്ത ഭാഗമൊക്കെ ഒപ്പായി കിട്ടും കേട്ടോ ഫ്രണ്ട്സ്. നമുക്ക് എളുപ്പത്തിൽ അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഒപ്പാക്കിയിട്ട് തന്നെ ഒരുപാട് കട്ടിക്ക് പിടിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് ഒപ്പമല്ലാതും ആവിന്ന് വരില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാൻ എളുപ്പത്തിന് 5 ലെയർ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. 5 കളർ നൂല് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്നിച്ചാക്കി ഇങ്ങനെ കൂട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സൂചി എടുത്തു. നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ തയ്ക്കാൻ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. ഒരുപാട് പൈസയൊന്നും ഇല്ല കേട്ടോ. അത് ഞങ്ങളുടെ അവിടെയൊക്കെ 5 രൂപയാണ്. ഹോൾസെയിൽ ഷോപ്പിൽ നിന്നാണ് നമ്മൾ മേടിച്ചത് ഫ്രണ്ട്സ്. നമ്മൾ ഷോപ്പ് പരിചയപ്പെടുത്തി തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഇടാം കേട്ടോ. എല്ലാ പ്രോഡക്ട്സുകളുടെ വാല്യൂ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. 2 ഷോപ്പുകൾ നമ്മൾ ഹോൾസെയിൽ വിലയ്ക്ക് തരുന്ന ഷോപ്പുകൾ, നമ്മൾ സ്റ്റിച്ചിങ് എക്യുപ്മെൻറ്റ്സ് വിൽക്കുന്ന ഷോപ്പുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കൂ കേട്ടോ ഫ്രണ്ട്സ്. വളരെ യൂസ്ഫുള്ളായ വീഡിയോ ആണ്. സ്റ്റിച്ചിങ് ഒക്കെ സക്സസ് ആകണമെങ്കിൽ എന്തായാലും അത് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി വെറുതെ നമ്മൾ ഇതേപോലെ ഒന്ന് വലിച്ചാൽ മതി. മനസ്സിലായില്ലേ? സിമ്പിളായിട്ട് നമ്മൾ ആ സൂചിയിലേക്ക് ആദ്യം കൊടുത്തു. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് 5 ലെയറും കൂടി കടത്തി കൊടുത്തു. എന്നിട്ട് ഒരു വലിച്ചു. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് അതെല്ലാം എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റി. വളരെ എളുപ്പമാണ് നമ്മളത് ചെയ്തെടുക്കാൻ. നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു പ്രാവശ്യം കൂടി ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലൊക്കെ തയ്ക്കാനും തുന്നാനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും. വീട്ടിലെന്തായാലും ആരെങ്കിലുമൊക്കെ മെഷീൻ തയ്ക്കുന്ന ആൾക്കാരല്ലാത്തവരിടക്കൊക്കെ തുന്നും. പിന്നെ തയ്ക്കുന്നവരും തുന്നേണ്ട ആവശ്യങ്ങൾ വരും. അപ്പോൾ അവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.